ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന മൂവിയാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന നമ്മുടെ നായകന്റെ ജീവിതത്തിലേക്ക് ഹൃദയം കൊടുത്ത വ്യക്തിയുടെ ഫാമിലി കടന്നു വരികയാണ്. പിന്നീട് നായകന്റെ ജീവിതം ആകെ മാറി മറിയുന്നു. അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ നായകനായ സന്ദീപിന്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്. അവിടെ സന്ദീപിന്റെ സഹോദരി ഗീതയും അവരുടെ ഹസ്ബൻഡ് ഓമനക്കുട്ടനുമുണ്ട്. സന്ദീപ് കൊച്ചിയിൽ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുകയാണ്. അവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം തന്നെ സന്ദീപിനോട് വലിയ സ്നേഹമായിരുന്നു. സന്ദീപിന്റെ മറ്റൊരു ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർക്ക് സന്ദീപ് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കും. അധികം വരുന്ന ഫുഡ് എല്ലാം തന്നെ വേസ്റ്റ് ആക്കാതെ ഇവർക്ക് കൊടുക്കുന്നത് പതിവാണ്. ഈ പയ്യന്മാര് ഫിലിം ഡയറക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലായിരുന്നു. സന്ദീപിന്റെ ശസ്ത്രക്രിയ എല്ലാം തന്നെ വളരെ ഭംഗിയായി നടന്നു. കുറച്ചു നാളത്തേക്ക് സന്ദീപിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ജെറി എന്ന് പറയുന്ന ഒരു മെയിൽ നേഴ്സിനെയും സന്ദീപിന്റെ കൂടെ വീട്ടിലേക്ക് അയക്കുന്നു. എന്നാൽ വീട്ടിലെത്തിയെങ്കിലും സന്ദീപ് ആകട്ടെ ക്യാമറയിലൂടെ തന്റെ ക്ലൗഡ് കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ക്യാമറ നോക്കി അതിലൂടെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്യും. എന്നാൽ ജെറി സന്ദീപിനോട് പറയുന്നുണ്ട്, അമിതമായി ദേഷ്യപ്പെടുകയോ അമിതമായി ഇമോഷണൽ ആവുകയോ ചെയ്യരുത്. കാരണം ഉള്ളിൽ പുതുതായിട്ടൊരു ഹൃദയം വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. കുറച്ചുനാളെങ്കിലും അത് നല്ലപോലെ കെയർ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. സന്ദീപ് എവിടെ പോയാലും എപ്പോഴും ജെറിയും കൂടെ ഉണ്ടാകും. കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തിട്ട് സന്ദീപ് വീണ്ടും പഴയ പോലെ തന്റെ സ്ഥാപനത്തിലേക്ക് പോകാൻ തുടങ്ങി. സന്ദീപ് ഇല്ലാത്ത സമയത്ത് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ബിബിനെയായിരുന്നു സന്ദീപ് ഏൽപ്പിച്ചിരുന്നത്. സന്ദീപ് ഇല്ലാത്ത തക്കം നോക്കി ആ ഡയറക്ടേഴ്സ് പയ്യന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടി ബിബിൻ അങ്ങ് നിർത്തി. അവന്മാര് ഫുഡ് അധികം വരാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഫുഡ് തീർന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറുണ്ടെന്നാണ് ബിബിൻ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ താൻ തീരുമാനിച്ചു കൊള്ളാമെന്ന് സന്ദീപ് പറയുന്നു. സന്ദീപിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ പയ്യന്മാര് പല പ്രശ്നങ്ങളും പോയി ചാടാറുണ്ട്. അവർ പിടിക്കുന്ന ഷോർട്ട് ഫിലിമില് ബേക്കറിയുടെ ഒരു പരസ്യം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ബേക്കറിക്കാരന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങി. എന്നാൽ ആ ഷോർട്ട് ഫിലിമിന്റെ ഇടയ്ക്ക് ട്യൂമറുള്ള നായിക മരിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് ഈ ബേക്കറിയിലെ ലഡു ആയിരുന്നു. നല്ല കച്ചവടമുള്ള ലഡു ആയിരുന്നു അത്. പക്ഷേ ഷോർട്ട് ഫിലിം എടുത്ത് വന്നപ്പോ ആ ലഡു കഴിച്ച് നായിക മരിച്ചു എന്നുള്ള രീതിയിലായി. ട്യൂമർ വന്ന കാര്യം പറയുന്ന ഭാഗം ഇവർ കട്ട് ചെയ്ത് മാറ്റി. അതോടുകൂടി ഈ ലഡു കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് പല ആൾക്കാരും ഈ ലഡു വാങ്ങിക്കുന്നത് നിർത്തി. അയാളുടെ കച്ചവടവും പൂട്ടി. ഒരു വിധത്തിലാണ് ഈ പ്രശ്നം സന്ദീപ് കോംപ്രമൈസ് ആക്കുന്നത്. സന്ദീപിന്റെ അളിയൻ ഓമനക്കുട്ടനാകട്ടെ സന്ദീപിനോട് വലിയ അസൂയായിരുന്നു. കാരണം സ്വത്ത് വീതം വെച്ച സമയത്ത് സന്ദീപിന്റെ സഹോദരിയുടെ പേരിൽ തന്നെ തറവാട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ബഹളം ഉണ്ടാക്കിയത് വാങ്ങിയെടുത്ത് എന്നിട്ട് ചതുപ്പ് നിലമെല്ലാം തന്നെ സന്ദീപിന്റെ തലയിലാക്കുകയും ചെയ്തു. പക്ഷേ ഇന്നിവിടെ ഒരു ഹൈവേ വരുന്ന കാരണം ആ സ്ഥലമെല്ലാം തന്നെ ഹൈവേക്കാര് കോടി രൂപയ്ക്കാണ് സന്ദീപിൽ നിന്നും വാങ്ങിയത്. അത് കാരണം സന്ദീപിന് ഒരുപാട് ക്യാഷ് കിട്ടിയത് ആലോചിച്ചിട്ട് അയാൾക്ക് ടെൻഷനായിരുന്നു. വീണ്ടും കുറച്ച് സ്ഥലം കൂടി ഹൈവേക്കാർക്ക് ആവശ്യമായി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും സന്ദീപിന്റെ കയ്യിൽ നിന്ന് അവർ അത് വാങ്ങിക്കുകയാണെങ്കിൽ സന്ദീപിന് വീണ്ടും കോടികൾ കിട്ടും. അതെങ്ങനെയെങ്കിലും സന്ദീപിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കണമെന്ന് ഈ അളിയനൊരു ഉദ്ദേശമുണ്ട്. അതിനുവേണ്ടി ടോമനക്കുട്ടനാകട്ടെ ഇവരുടെ ഒരു ചിറ്റപ്പനെ വിളിച്ചുകൊണ്ട് സന്ദീപിനെ കാണാൻ പോകുന്നു. അയാൾ ഒരു സയന്റിസ്റ്റും ജോൾസിനും ഒക്കെ ആയിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ദോഷവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്റെ ഹേർട്ടിന് ഇതുപോലൊരു പ്രശ്നമൊക്കെ വന്നത്. അത് മാറണമെങ്കിൽ തറവാട് നിനക്ക് തന്നെ കിട്ടണമെന്നും ആ ചതുപ്പ് നിലം എനിക്ക് തന്നാ മതിയെന്നും ചിറ്റപ്പനെ കൊണ്ട് ഓമനക്കുട്ടൻ പറയിക്കുന്നു. എന്നാൽ സന്ദീപിന് തന്റെ അളിയനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ സന്ദീപ് പറയുന്നുണ്ട്, തറവാട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആ ചതുപ്പ് നില ഹൈവേക്കാർക്ക് വിറ്റിട്ട് ആ കാശിനെ തറവാട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാന്ന്. അതോടുകൂടി ഓമനക്കുട്ടന്റെ ആ പ്ലാനങ്ങ് പൊളിഞ്ഞു. അത് തന്നെയാ നല്ലതെന്ന് ചിറ്റപ്പനും പറയുന്നു. അയാളാകട്ടെ സന്ദീപിന്റെ സൈഡായിരുന്നു. സന്ദീപ് വിവാഹം കഴിച്ചിട്ടില്ല. ഒരു തവണ വിവാഹത്തിന്റെ താലികെട്ട് വരെ എത്തിയതാണ്. പക്ഷെ താലിയെടുക്കാൻ സന്ദീപ് തിരിഞ്ഞതും ആ പെൺകുട്ടി കാമുകന്റെ കൂടെ ഒളിച്ചോടി. അതിനുശേഷം പിന്നെ കല്യാണം കഴിക്കാൻ തന്നെ സന്ദീപിന് പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി അന്ന് ഒളിച്ചോടിപ്പോയ ആ സ്ത്രീയാകട്ടെ സന്ദീപിനെ വിളിക്കുന്നു. രജനി എന്നായിരുന്നു അവരുടെ പേര്. പെട്ടെന്ന് സന്ദീപിന് ആളെ കണ്ടപ്പോൾ മനസ്സിലായില്ല. രജനി ഇങ്ങോട്ട് തുറന്നു പറയുന്നുണ്ട്, അന്ന് ചേട്ടനെ തേച്ചിട്ട് ഒളിച്ചോടി പോയതും ഞാനാണെന്ന്. രജനിക്ക് ഇപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. എന്നാൽ അവരുടെ ഹസ്ബൻഡ് ആകട്ടെ വേറെ ഏതോ സ്ത്രീയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് കാരണം എങ്ങനെയെങ്കിലും സന്ദീപുമായിട്ട് വീണ്ടും പഴയ പോലെ അടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു രജനി. തന്റെ മോള് പറഞ്ഞിട്ടാ താൻ വിളിക്കുന്നത്. സന്ദീപിന് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ തനിക്ക് സുന്ദരനായ ഒരു അച്ഛനെ കിട്ടുമായിരുന്നു എന്ന് മോള് പറഞ്ഞു എന്നൊക്കെ രജനി പറയുന്നുണ്ട്. രജനിയുടെ ഉദ്ദേശമൊക്കെ സന്ദീപിന് മനസ്സിലായത് കൊണ്ട് അയാൾ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേന്ന് തന്റെ ക്ലൗഡ് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് സന്ദീപിന് ഒരു കോള് വരുന്നുണ്ട്. ജിതിൻ എന്ന് പറയുന്ന ഒരാളാണ് സന്ദീപിനെ വിളിക്കുന്നത്. സന്ദീപ് ആരിൽ നിന്നാണോ ഹൃദയം സ്വീകരിച്ചത് ആ വ്യക്തിയുടെ പേര് കേണൽ രവീന്ദ്രൻ എന്നായിരുന്നു. ഒരു ആക്സിഡന്റിലാണ് അയാൾ മരിച്ചത്. അയാളുടെ മകളായ ഹരിത സന്ദീപിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടി ഹരിതയുടെ സുഹൃത്താണ് വിളിച്ചത്. ഹരിതയ്ക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് കണ്ടോട്ടെ എന്ന് സന്ദീപും പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബിബിൻ പറയുന്നുണ്ട്, ശരിക്കും അവരായിരുന്നില്ല ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. ചേട്ടൻ തന്നെ അവരെ തേടിപ്പിടിച്ച് അങ്ങോട്ട് പോയി നന്ദി പറയണമായിരുന്നു. കാരണം ഒന്നുമല്ലേലും ആ പെൺകുട്ടിയുടെ അച്ഛന്റെ ഹൃദയമല്ല ചേട്ടന് കിട്ടിയത്. മോശമായി പോയി എന്ന് സന്ദീപിനും തോന്നി. ജിതൻ വിളിച്ചിട്ട് സന്ദീപിനോട് പറയുന്നുണ്ട്, ഇവർ തമ്മിൽ കാണുന്ന മൊമെന്റ് അവരൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന്. അതിനൊന്നും കുഴപ്പമില്ലെന്ന് സന്ദീപും പറയുന്നു. ഈ വിവരം സന്ദീപിന്റെ വീട്ടിൽ താമസിക്കുന്ന ആ പയ്യന്മാരറിയുമ്പോ അവര് പറയുന്നുണ്ട്, മറ്റവര് ഫോണിലായിരിക്കും അത് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളെ ക്യാമറയിൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് നല്ല പോലെ അത് ഷൂട്ട് ചെയ്ത് തരാമെന്ന്. അങ്ങനെ പിറ്റേന്ന് സന്ദീപിനെ കാണാൻ ഹരിത വരുന്നു. വളരെ ഇമോഷണൽ ആയിട്ടാണ് ഹരിത സന്ദീപിന്റെ അടുത്തേക്ക് വരുന്നത്. മരിച്ചുപോയ അച്ഛന്റെ ഹൃദയമാണല്ലോ സന്ദീപിന്റെ ശരീരത്തിലുള്ളത്. ചുറ്റും കൂടി ഇന്ന് ബാക്കി എല്ലാവരും അത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ആയിട്ട് ഹരിത വന്നിട്ട് സന്ദീപിന്റെ ചെസ്റ്റിലേക്ക് കൈവച്ചതും ആ പയ്യന്മാര്
വീട്ടുകാർ പറയുന്നുണ്ട് ഇനി കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് സന്ദീപിന്റെ മുഖത്തേക്ക് നോക്കാൻ. അത് കേട്ടതും ഹരിതയ്ക്ക് ദേഷ്യം വരുന്നു. അച്ഛന്റെ ഹൃദയം ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ആളായിരിക്കും ഞാൻ കരുതിയെന്ന് ഹരിത പറയുന്നു. എന്നാൽ സന്ദീപ് പറയുന്നുണ്ട് ഇതെല്ലാം ആ പയ്യന്മാരുടെ ഐഡിയ ആയിരുന്നു, ഞാനൊന്നും പറഞ്ഞിട്ടല്ല എന്ന്. ശരിക്കും ഹരിത വന്നത് ഹരിതയുടെ എൻഗേജ്മെന്റിന് സന്ദീപിനെ ക്ഷണിക്കാനായിരുന്നു. അവളുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലും അവളുടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് അച്ഛന്റെ ഹൃദയമുള്ള ഒരാള് തന്റെ എൻഗേജ്മെന്റിൽ തന്റെ കൂടെ ഉണ്ടെങ്കിൽ അച്ഛൻ കൂടെയുള്ള പോലെ തോന്നുമെന്ന് അവള് പറയുന്നു. എന്നാൽ ഇതിനെ അങ്ങനെയൊന്നും കാണണ്ടെന്ന് സന്ദീപ് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊരു അവയവം മാത്രമാണ്. എന്റെ ശരീരത്തിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കണം, അല്ലാതെ മറ്റൊരു രീതിയിലും നിങ്ങൾ ഇമോഷണൽ ആയിട്ട് അറ്റാച്ച് ആവണ്ടെന്ന് സന്ദീപ് പറയുമ്പോൾ ഹരിതയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല 2 ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ കിച്ചന്റെ കാര്യം എല്ലാം തന്നെ ആകെ കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും, ഭംഗിയായിട്ട് എൻഗേജ്മെന്റ് നടക്കട്ടെ എന്ന് സന്ദീപ് പറഞ്ഞിട്ട് ഹരിതയെ യാത്ര അയക്കുന്നു. എന്നാൽ ഹരിത ദേഷ്യത്തിലും വിഷമത്തിലും ആകട്ടെ സന്ദീപിനോട് പറയുന്നുണ്ട് നിങ്ങൾ 2 ദിവസം മാറിയെന്ന നിങ്ങളുടെ ബിസിനസ് തകരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ജീവനോടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥാപനം പൂട്ടിപ്പോയനെ അല്ലേ? ഹരിത അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് സന്ദീപിന് മനസ്സിലായി. അവളുടെ അച്ഛന്റെ ഹൃദയം സന്ദീപിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ സന്ദീപ് മരിക്കുകയും ഈ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്യുമായിരുന്നില്ലേ എന്നായിരുന്നു അവൾ ഉദ്ദേശിച്ചത്. ജെറിയും പറയുന്നുണ്ട് അവരെന്തായാലും അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ, അതുകൊണ്ട് നമ്മൾ പോവാതിരുന്നു കഴിഞ്ഞാൽ മോശമാണ്. എന്തായാലും 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, എൻഗേജ്മെന്റ് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഹരിത ഉള്ളത് പൂനെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറിയും സന്ദീപും പൂനെയിലേക്ക് ഫ്ലൈറ്റ് കയറി. പൂനെയിലെത്തിയ സന്ദീപിനെയും ജെറിയും കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത് മരിച്ചുപോയ കേണൽ രവീന്ദ്രന്റെ ഫ്രണ്ടും ഹരിത അങ്കിൾ എന്ന് വിളിക്കുന്ന ജേക്കബ് ആയിരുന്നു. അയാളും മിലിറ്ററിയിലായിരുന്നു. സന്ദീപിനെ കണ്ട ഉടനെ ജേക്കബ് ആകട്ടെ തന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. സന്ദീപിന്റെ ഉള്ളിലുള്ളത് രവിയുടെ ഹൃദയമായതുകൊണ്ട് തന്നെ ജേക്കബിന്റെ വിചാരം സന്ദീപിനെ തന്നെ മനസ്സിലാകുമെന്നൊക്കെയായിരുന്നു. അവര് ഹോട്ടലിലെത്തി ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കും ഹരിത അവരെ കാണാനെത്തി. അവരവിടെ വന്നതിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ അന്ന് ഇറങ്ങുന്നതിന് മുമ്പ് താൻ ദേഷ്യത്തോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യമാക്കണ്ട, അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ, തന്നോട് ക്ഷമിക്കണമെന്ന് അവൾ പറയുന്നു. അതൊന്നും സാരമില്ല, ഹരിതയുടെ അച്ഛന്റെ ഹൃദയം കിട്ടിയില്ലെങ്കിൽ തനിക്കൊരു ജീവിതം തന്നെ ഉണ്ടാകില്ല എന്നാണ് സന്ദീപും പറയുന്നത്. പിറ്റേന്ന് എൻഗേജ്മെന്റിന് സന്ദീപ് എന്ത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് ഹരിതയ്ക്ക് കാണണമെന്ന് വാശിയായി. സന്ദീപ് ഹരിതയ്ക്ക് ഒരു ബ്ലാക്ക് ഷർട്ട് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഹരിത പറയുന്നുണ്ട് അച്ഛൻ സാധാരണ കുർത്ത ടൈപ്പാണ് ഇടാറുള്ളത്. അച്ഛന് ഡ്രസ്സിങ്ങിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സന്ദീപിന് വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ ഒരു ഷോപ്പില് ഹരിത ഡ്രസ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് സന്ദീപിനെയും കൂട്ടി ഹരിത അവിടേക്ക് പോകുന്നു. ഹരിതയുടെ മനസ്സിൽ സന്ദീപിന്റെ ഉള്ളിലുള്ളത് തന്റെ അച്ഛന്റെ ഹൃദയമായതുകൊണ്ട് തന്നെ അച്ഛനെ എങ്ങനെ അവൾ കാണാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ സന്ദീപിനെയും കാണാനായിരുന്നു അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സന്ദീപിനെ നിർബന്ധിച്ച് ആ കടയിൽ കൊണ്ടുപോയി പിറ്റേന്ന് ഇടാനുള്ള ഡ്രസ്സെല്ലാം തന്നെ അവൾ സെലക്ട് ചെയ്ത് കൊടുത്തു. സന്ദീപ് അതിൽ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, എന്നിട്ടും അവൾക്ക് വേണ്ടിയിട്ട് അതിട്ടു. അവളാകട്ടെ ആ ഡ്രസ്സിൽ സന്ദീപിനെ കണ്ടതും തന്റെ അച്ഛനെ കാണുന്ന പോലെ ഇമോഷണൽ ആയിട്ട് പോയി സന്ദീപിന്റെ നെഞ്ചിൽ കൈവയ്ക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഒക്കെ നടക്കുകയാണ്. സന്ദീപൻ ചെറിയ അവിടേക്ക് എത്തി. ഹരിത തന്നോട് ഇത്രയധികം ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന പോലെ തന്നെയായിരിക്കും ഹരിതയുടെ അമ്മയെന്ന് സന്ദീപ് വിചാരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയി അവരെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. ദേവിക എന്നായിരുന്നു അവരുടെ പേര്. എന്നാൽ ദേവികയ്ക്ക് സന്ദീപിനോട് അങ്ങനെ ഒരു രീതിയിലുള്ള അറ്റാച്ച്മെന്റും തോന്നുന്നില്ല. നോർമലായിട്ട് തന്നെ ദേവിക സംസാരിക്കുകയും പാർട്ടി എൻജോയ് ചെയ്യാൻ അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹരിതയുടെ എൻഗേജ്മെന്റ് നടക്കുന്നത് ഹരിതയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ കിരണിന്റെ കൂടെയായിരുന്നു. എന്നാൽ എൻഗേജ്മെന്റിനിടയ്ക്ക് ഇവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതും കുറച്ചു കഴിയുമ്പോൾ ഹരിത വന്നിട്ട് ഈ എൻഗേജ്മെന്റ് ഞാൻ ക്യാൻസൽ ആക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല. അവൾ കാര്യമായിട്ട് തുറന്ന് പറഞ്ഞതുമില്ല. എന്നാൽ ഇത് കേട്ടതോടുകൂടി കിരണിന്റെ ഫ്രണ്ട്സ് ആകട്ടെ ആകെ വയലന്റ് ആയി. അവർ വന്ന് ഹരിതയുമായിട്ട് വഴക്കിടാൻ തുടങ്ങി. അവസാന നിമിഷം എൻഗേജ്മെന്റ് ക്യാൻസൽ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വഷളാകണ്ടെന്ന് കരുതിയിട്ട് സന്ദീപ് വന്ന് ഇടപെടുന്നു. എന്നാൽ കിരണിന്റെ ഫ്രണ്ട്സ് ആകട്ടെ സന്ദീപിനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ജെറിക്ക് ദേഷ്യം വന്നിട്ട് ജെറു പോയി കിരണിന്റെ ഫ്രണ്ട്സിനെ അടിക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ അടിയും ബഹളമായി. അതിനിടയ്ക്ക് സന്ദീപിനാകട്ടെ കിരണിന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു ചവിട്ട് കിട്ടി. ചവിട്ട് കൊണ്ട് സന്ദീപ് ദൂരേക്ക് തെറിച്ചു വീണ് അപ്പൊ തന്നെ ബോധവും പോയി. ബോധം വരുമ്പോൾ സന്ദീപ് ഹോസ്പിറ്റലായിരുന്നു. അയാളുടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം അയാൾ തന്റെ കിച്ചണിലെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അവിടെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ്. ഞാൻ നാളെ തന്നെ അവിടെ എത്തും, അപ്പൊ എല്ലാത്തിനും നല്ലത് വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന ഹരിത പറയുന്നുണ്ട് നാളെ പോകാൻ എന്തായാലും പറ്റില്ല എന്ന്. കാരണം ആ വീഴ്ചയിൽ സന്ദീപിന്റെ സ്പൈനൽ കോഡിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, ചെറിയൊരു കംപ്രഷൻ ഉണ്ട്. അതുകൊണ്ട് 2 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇരിക്കാൻ ഒരിക്കലും പാടില്ല. കുറച്ച് നടക്കുകയും നിൽക്കുകയും ചെയ്യാം, ചാരി കിടക്കുകയും ചെയ്യാം. ഇരിക്കാൻ പറ്റാത്ത കാരണം ഫ്ലൈറ്റിൽ കയറി അവർക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നാട്ടിലേക്കുള്ള യാത്ര മുടങ്ങി. ഇത് കേട്ടതോടുകൂടി സന്ദീപ് ആകെ തകർന്നു. കാരണം സന്ദീപിന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമായിരുന്നു. പക്ഷെ ഹരിത പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന്. 2 ആഴ്ച 2 ദിവസം പോലെ പോകും. ആ അടിയിൽ നമ്മുടെ ജെറിക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും തൽക്കാലം 2 പേരും ഹരിതയുടെ വീട്ടിലേക്ക് പോയി. ദേവിക അവർക്ക് വേണ്ടിയിട്ടുള്ള റൂംസ് എല്ലാം തന്നെ നേരത്തെ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹരിതയുടെ വീട്ടിലെ ജോലിക്കാരിയാകട്ടെ സന്ദീപിനെ കണ്ടതും തന്റെ യജമാനെ കണ്ട സന്തോഷത്തിലായിരുന്നു പോയി കാലിൽ വീഴുന്നതും അയാളെ പരിചരിക്കുന്നതും എല്ലാം തന്നെ. ഇവരെ എല്ലാരെയും സംബന്ധിച്ച് സന്ദീപിന്റെ ഉള്ളിലുള്ളത് കേണലിന്റെ ഹൃദയം ആയതുകൊണ്ട് തന്നെ സന്ദീപിനെ ഇവരെല്ലാവരും റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സന്ദീപ് പെട്ടെന്ന് തന്നെ ആ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ തന്നെ നിന്നും കിടന്നും അയാൾക്ക് നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹരിത പറയുന്നുണ്ട് എനിക്കൊരു എക്സാം ഉണ്ട്, വേണമെങ്കിൽ സന്ദീപ് എന്റെ കൂടെ പോരാൻ. അങ്ങനെ സന്ദീപ്
സന്ദീപ് ഒരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയിട്ട് അവളുടെ കൂടെ എക്സാം സെന്ററിലേക്ക് പോകുന്നു. ബസ്സിൽ നിന്നാണ് ഇവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ എക്സാമിന് കയറുന്നതിന് മുമ്പ് അവൾ സന്ദീപിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയുമോ എന്ന്. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ അച്ഛൻ പറഞ്ഞ പോലെയാണെന്നാണ് അവൾ പറയുന്നത്. സന്ദീപ് അവൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇവർ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് വെച്ചിട്ട് കിരണിനെ ഇവർ കാണുന്നുണ്ട്. എൻഗേജ്മെന്റ് ക്യാൻസൽ ആയതിന്റെ പേരിൽ പലരും പല കഥകളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഉള്ള സത്യം തുറന്നു പറഞ്ഞു എന്നാണ് കിരൺ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പഴയ പോലെ ഫ്രണ്ട്സ് ആയിരിക്കില്ലേ എന്ന് കിരൺ അവളോട് ചോദിക്കുമ്പോൾ അവളും അതിന് ഓക്കെ പറയുന്നു. കിരൺ പോയി കഴിയുമ്പോൾ സന്ദീപ് അവളോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ എന്താണ് എൻഗേജ്മെന്റ് ക്യാൻസൽ ആക്കിയതെന്ന്. അപ്പോഴാണ് അവൾ സത്യങ്ങൾ തുറന്നു പറയുന്നത്. കിരൺ അവൾ അറിയാതെ അവളുടെ ഫോണിൽ ഒരു സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി തന്നെ അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും അവനോട് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ അറിയുന്ന പോലെയായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത്. ഈ അടുത്തിടെ അവളുടെ ഫ്രണ്ട് ജിതിനാകട്ടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോർവേഡ് മെസ്സേജ് അയച്ചപ്പോൾ അതുകൊണ്ട് കിരൺ തെറ്റിദ്ധരിച്ച് അവനുമായിട്ട് വഴക്കുണ്ടാക്കുകയും അവനോട് എൻഗേജ്മെന്റിന് വരണ്ടെന്ന് പറയുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ജിതിൻ വഴി അവൾ അറിഞ്ഞപ്പോഴാണ് എൻഗേജ്മെന്റ് അവൾ ക്യാൻസൽ ആക്കിയത്. ഇങ്ങനൊരാളുടെ കൂടെ എന്തായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത് നന്നായെന്ന് സന്ദീപും പറയുന്നു. തിരിച്ചു ബസ്സിൽ പോകുന്ന വഴിക്ക് സന്ദീപ് അവളോട് കേണലിന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവള് പറയുന്നു, അച്ഛന്റെ ഒരു ഫോട്ടോ പോലും എന്റെ ഫോണിലോ വീട്ടിലോ എങ്ങും തന്നെയില്ല. കാരണം പണ്ട് അച്ഛൻ ബോർഡറിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് അച്ഛനെ ഒരുപാട് മിസ് ചെയ്തിട്ട് ഞാൻ അച്ഛന്റെ ഫോട്ടോ നോക്കിയിരുന്ന് എപ്പോഴും കരയുമായിരുന്നു. അത് കാരണം അമ്മ അച്ഛന്റെ ഫോട്ടോസ് എല്ലാം തന്നെ അവളുടെ അമ്മ ദേവിക അവളുടെ അച്ഛന്റെ ഫോട്ടോസ് എല്ലാം തന്നെ അയാളുടെ റൂമിലേക്ക് മാറ്റി ആ റൂം പൂട്ടി. ഹരിതയെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ ഇപ്പോഴും അവളുടെ അച്ഛൻ മരിച്ചതായിട്ട് അവൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അച്ഛനിപ്പോഴും ബോർഡറിൽ എവിടെ ഉള്ളത് പോലെയാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫോട്ടോസ് കാണുമ്പോൾ വിഷമം വരുമെന്ന് പേടിച്ചിട്ടാണ് അവൾ അച്ഛന്റെ ഫോട്ടോസും തന്നെ ഫോണിലോ വീട്ടിലോ വെക്കാത്തത്. അവള് വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും ദേവിക ആകട്ടെ അവളുമായിട്ട് വഴക്കിടുന്നു. കാരണം അവര് വരുന്നതിന് മുമ്പ് എടുത്ത കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് ബാക്ക് ടു ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അവൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് നിർത്തിയതിന്റെ സന്തോഷമാണ് അവൾക്കെന്ന് പറഞ്ഞിട്ട് കിരണിന്റെ അമ്മ ദേവികയെ വിളിച്ചിട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കി. എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് അതും പറയിക്കാൻ വേണ്ടിട്ട് സ്റ്റാറ്റസ് ഇടുന്നെന്ന് ചോദിച്ചിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ഒടുവിൽ അവരുടെ വഴക്കിൽ ഇടപെട്ടിട്ട് സന്ദീപ് പറയുന്നുണ്ട്, ഹരിത കാണിച്ചത് ശരിയായില്ല എന്ന്. അങ്ങനെയൊന്നും പറഞ്ഞ് സ്റ്റാറ്റസ് ഇടേണ്ട ഒരു കാര്യമില്ല. എൻഗേജ്മെന്റ് ഇഷ്യൂല് താൻ ഇപ്പോഴും അപ്സെറ്റ് ആണ്. അതുകൊണ്ടാണ് താൻ ഒരുപാട് ഹാപ്പി ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നത്. ഇവിടെ തെറ്റ് ഹരിതയുടെ തന്നെയാണ്. സന്ദീപും കൂടി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. എന്നാൽ രാത്രിയായപ്പോഴേക്കും ദേവികയാകട്ടെ സന്ദീപിന്റെ അടുത്തേക്ക് വന്നിട്ട് അയാളോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. കാരണം ഇന്നേ വരെ ഒരു ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത് ദേവികയുടെ സൈഡ് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സന്ദീപ് ദേവികയുടെ സൈഡിൽ നിന്നാണ് ഹരിതയെ വഴക്ക് പറഞ്ഞത്. അതും അവരുടെ ഹസ്ബൻഡ് രവിയുടെ ഹൃദയം ഉള്ളിൽ കിടക്കുമ്പോൾ. രവി ഒരു രീതിയിലും ദേവിക ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഇമോഷണൽ ആയിട്ട് ദേവികയാകട്ടെ സന്ദീപിനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുമാണ് അവിടെ നിന്നും പോകുന്നത്. ജെറിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. കാരണം ദേവികയും ഹരിതയെല്ലാം തന്നെ സന്ദീപിനോട് ഭയങ്കര അറ്റാച്ച്മെന്റിലാണ്. രവിയുടെ ഹൃദയം ഉള്ളിൽ കിടക്കുമ്പോൾ അയാളുടെ വൈഫ് എന്നുള്ള രീതിയിൽ സന്ദീപിന് അങ്ങോട്ട് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടോ എന്ന് ജെറി ചോദിക്കുന്നു. തനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് സന്ദീപ് ഉറച്ചു തന്നെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ രജനിയും ഇടയ്ക്കിടയ്ക്ക് സന്ദീപിനെ വിളിച്ച് ശല്യം ചെയ്യും. എല്ലാം കൊണ്ടും അയാൾക്ക് വട്ടുപിടിക്കുന്ന അവസ്ഥയായിരുന്നു. പിറ്റേന്ന് ജേക്കബ് ആകട്ടെ സന്ദീപിനെ കാണാൻ വന്നപ്പോ അയാളോട് പറയുന്നുണ്ട്, ഞാനും രവി നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ മരിക്കുന്നതിന് 4-5 ദിവസം മുമ്പ് അവൻ എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയായിരുന്നു സംസാരം. എന്നെ കാണുമ്പോൾ തന്നെ അവന്റെ മുഖം മാറും. ശരിക്കും അത് എന്തുകൊണ്ടായിരിക്കും എന്ന് സന്ദീപിനോട് ജേക്കബ് ചോദിക്കുന്നു. അത് തനിക്ക് എങ്ങനെ അറിയാവുന്നതെന്നാണ് സന്ദീപ് ചോദിക്കുന്നത്. പക്ഷെ താൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ബ്രെയിനിൽ ഓവർലോഡായിട്ട് ചില മെമ്മറീസ് ഹൃദയത്തിലേക്ക് വരികയും അത് ഹൃദയം മാറ്റിവെക്കുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കിട്ടുകയൊക്കെ ചെയ്യുമെന്ന് കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ രവിയുടെ ഉള്ളിലുള്ള ദേഷ്യം എന്താണെന്ന് രവിയുടെ ഹൃദയം കിട്ടിയ സ്ഥിതിക്ക് സന്ദീപിന് മനസ്സിലാകുമെന്നാണ് ജേക്കബ് ചോദിക്കുന്നത്. തനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്ന് സന്ദീപ് പറയുന്നു. എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ജേക്കബ് അവിടെ നിന്നും പോകുന്നത്. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സന്ദീപ് കാണുന്നത് വീണ്ടും ഹരിതയും ദേവികയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ദേവികയുടെ അച്ഛൻ വർഷങ്ങളായിട്ട് കിടപ്പിലാണ്. അയാൾക്ക് ഇനി ഒരു റിക്കവറി ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ അയാളുടെ കഷ്ടപ്പാട് അത്രയും കുറയും. ഗംഗാജലം കൊടുത്തു കഴിഞ്ഞാൽ മോശം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതുവരെ അവർ കൊടുത്തു നോക്കി. പക്ഷെ ഇപ്പം ദേവികയുടെ സഹോദരൻ പറയുന്നത് ദേവികയുടെ അച്ഛന് ഇതിനു മുമ്പ് മരിച്ചുപോയ രവിയുമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ രവിയുമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല. രവിയോട് അയാൾ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് രവി അയാൾക്ക് മാപ്പ് കൊടുക്കാതെയാണ് മരിച്ചുപോയത് തന്നെ. അതുകൊണ്ട് രവിയുടെ ഹൃദയമുള്ള സന്ദീപ് വന്ന് അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് മോക്ഷം കിട്ടുമെന്നും അയാൾ എത്രയും പെട്ടെന്ന് മരിക്കുമെന്നുമാണ് ഇവർ പറയുന്നത്. എന്നാൽ ഹരിത പറയുന്നുണ്ട് സന്ദീപ് അവിടേക്ക് പോകാൻ പാടില്ല എന്ന്. അവളുടെ ആ ഗ്രാൻഡ് ഫാദർ അവളുടെ അച്ഛനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കാര്യം എന്താണെന്ന് കേൾക്കാൻ നിൽക്കാതെ സന്ദീപ് പറയുന്നുണ്ട്, ഒരാൾക്ക് മോക്ഷം കിട്ടുന്ന കാര്യമല്ലേ, അയാൾ അധികം കഷ്ടപ്പെടാതെ മരിക്കുന്നെങ്കിൽ അയാൾ മരിച്ചോട്ടെ, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാമെന്ന്. ഹരിതയ്ക്ക് ഇതിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇത്തവണയും ദേവികയുടെ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് സന്ദീപ് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഓൾറെഡി പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കിടപ്പുരോഗിയായ ദേവികയുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, മാപ്പ് കൊടുക്കണമെങ്കിൽ ആദ്യം അയാൾ എന്നോട് മാപ്പ് ചോദിച്ചെങ്കിലല്ലേ പറ്റൂ. എന്നാൽ ദേവികയുടെ സഹോദരൻ പറയുന്നുണ്ട്, ആള് നല്ല ഈഗോ ഉള്ള കൂട്ടത്തില, അതുകൊണ്ട് അങ്ങോട്ട് മാപ്പൊന്നും ചോദിക്കില്ല, വെറുതെ ഒരു മാപ്പ് തന്നിരിക്കുന്നു എന്ന് സന്ദീപ് പറഞ്ഞാൽ മതി. പക്ഷെ അതൊക്കെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമല്ലേ. യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ അത്
വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് മാപ്പ് കൊടുക്കാമല്ലോ എന്നാണ് സന്ദീപ് പറയുന്നത്. അപ്പോഴാണ് ശരിക്കും സന്ദീപ് എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കിയത്. ഓൾറെഡി തന്നെ ദേവിക പ്രണയിച്ചാണ് രവി വിവാഹം കഴിച്ചത്. രവി ജാതിയിൽ താഴ്ന്നതായതുകൊണ്ട് തന്നെ ദേവികയുടെ അച്ഛന് രവിയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ദേവികയുടെ അച്ഛനും രവിയും മിലിറ്ററിയിൽ തന്നെയായിരുന്നു. അങ്ങനെ സർവീസിലിരിക്കുന്ന സമയത്ത് ഇവർ നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കോടികൾ വിലമതിക്കുന്ന ഡോളേഴ്സ് രവി സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ രവിയുടെ ദേഷ്യമുള്ള ദേവികയുടെ ഈ അച്ഛനാകട്ടെ രവി അതിൽ നിന്നും കുറെ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും അത് മീഡിയയെ അറിയിക്കുകയും ചെയ്തു. അതൊരു കള്ളക്കേസായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ രവി കോർട്ട് മാർഷലിന് വിധേയനാവുകയും 3 വർഷം ജോലിയിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വരികയും ചെയ്തു. ഒടുവിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് രവി നിരപരാധിയാണെന്ന് തെളിഞ്ഞത്. അത് കേട്ടതോടുകൂടി സന്ദീപ് ആകെ ദേഷ്യത്തിലായി. ഇത് കൊടും ചതിയല്ലേ ഇയാൾ ചെയ്തത്, അങ്ങനെയുള്ള ചതിക്ക് എന്തായാലും ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് സന്ദീപ് പറയുന്നു. ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ രവി ഒരിക്കലും ഇയാൾക്ക് മാപ്പ് കൊടുക്കില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ സന്ദീപ് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. താൻ ആഗ്രഹിച്ച പോലെ തന്നെ മാപ്പ് കൊടുക്കാതെ സന്ദീപ് പോയതിൽ ഹരിത ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അവൾ ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കിസ്സും കൊടുക്കുന്നു. ഇത് കണ്ട് സന്ദീപ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. പൂജാ സമയത്ത് മുഴുങ്ങിക്കൊണ്ടിരുന്ന മണിയും അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സന്ദീപിന്റെ മനസ്സിലൂടെ ജോത്സ്യം കൂടിയായ തന്റെ ചിറ്റപ്പൻ പറഞ്ഞ കാര്യങ്ങൾ കടന്നു പോകുന്നു. നിന്റെ ചിന്തകൾക്ക് അതീതമായി നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരും. അവൾ നിന്റെ ആത്മാവിനെ ചുംബിച്ചുണർത്തും. ആ സമയം മണികൾ മുഴങ്ങി കേൾക്കും. ചിറ്റപ്പൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടന്നിരിക്കുന്നു. മണിശബ്ദം കേൾക്കുകയും ചെയ്തു. ഹരിത അവനെ ചുംബിക്കുകയും ചെയ്തു. ചിറ്റപ്പൻ ഇതുപോലെ പറഞ്ഞ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. കാരണം അവന്റെ വിവാഹം മുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അവന് വലിയൊരു അസുഖം വരുമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം തന്നെ നടന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ തന്റെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടി ഹരിതയാണോ എന്ന് വരെ സന്ദീപിന് ഡൗട്ട് തോന്നി. അങ്ങനെ സന്ദീപ് ചിന്തിച്ചു കിടക്കുമ്പോൾ ജെറി വന്ന സന്ദീപിനോട് പറയുന്നുണ്ട് ചേട്ടനാ സ്ത്രീയുടെ അച്ഛന് മാപ്പ് കൊടുക്കാത്ത കാരണം അവർ വിഷമിച്ച് അവിടെ പോയി ഇരിക്കുകയാണെന്ന്. സന്ദീപ് വന്ന് ദേവികയോട് സംസാരിക്കുന്നു. താൻ മാപ്പ് കൊടുക്കാത്തതിൽ സോറിയും പറയുന്നു. എനിക്ക് ആ നിമിഷം അങ്ങനെ തോന്നിയതെന്നാണ് സന്ദീപ് പറയുന്നത്. എന്നാൽ ദേഷ്യത്തിലിരുന്ന ദേവികയാകട്ടെ സന്ദീപ് സോറി പറയുന്ന കേട്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നു. ഇന്നേ വരെ രവി അവരോടൊരു സോറി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രവിയുടെ ഹൃദയമുള്ള സന്ദീപ് ഇവരോട് സോറി പറഞ്ഞിരിക്കുന്നു. ഇമോഷണലായിട്ട് സന്ദീപിന്റെ കൈ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്ത് എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോയി. ആ സമയത്ത് തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ നിന്നും മണി മുഴങ്ങുന്നുണ്ടായിരുന്നു. അതോടെ സന്ദീപ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് വീണ്ടും. കാരണം നേരത്തെ ഹരിത കിസ് ചെയ്ത സമയത്തും മണി മുഴങ്ങി, ഇപ്പോൾ ഇവര് കിസ് ചെയ്ത സമയത്തും മണി മുഴങ്ങി. ഇതെന്താ തന്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായതേയില്ല. അങ്ങനെ പിറ്റേന്ന് സന്ദീപ് ആകട്ടെ ഹരിതയുടെ കൂടെ വീണ്ടും ചെക്കപ്പിന് പോകുന്നു. എന്നാൽ സന്ദീപിന്റെ ഇഷ്യൂസ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 ആഴ്ച കൂടി സന്ദീപിന് വീണ്ടും റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ സന്ദീപ് കാണുന്നത് സന്ദീപിന്റെ അളിയൻ ഓമനക്കുട്ടൻ അവിടെ വന്നിരിക്കുന്നതാണ്. സന്ദീപിന്റെ അവസ്ഥയിൽ അറിഞ്ഞ് ടെൻഷൻ അടിച്ചായിരുന്നു അയാളുടെ വരവ്. മാക്സിമം ഓമനക്കുട്ടനെ തിരിച്ചവിടെ നിന്ന് പറഞ്ഞുവിടാൻ സന്ദീപ് ശ്രമിച്ചെങ്കിലും അയാളെ ഞാൻ ഇപ്പോഴേ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. പിറ്റേന്ന് ഇവർ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് സന്ദീപ് മട്ടൻ കഴിക്കാഞ്ഞിട്ട് പോലും അപ്പോൾ അവിടെ നിന്ന് മട്ടൻ കഴിക്കുന്ന കണ്ടിട്ട് ഓമനക്കുട്ടൻ ചോദിക്കുന്നുണ്ട് സാധാരണ മട്ടന്റെ സ്മെല്ലടിക്കുന്ന പോലും നിനക്ക് ഇഷ്ടമല്ലോ എന്ന്. എന്നാൽ തനിക്കിതിപ്പോൾ ഇഷ്ടമാണെന്ന് സന്ദീപ് പറയുന്നു. ഇത് കേട്ട് ഹരിത പറയുന്നുണ്ട് അച്ഛന് മട്ടൻ ഇഷ്ടമായിരുന്നു. ഞാനൊരിടത്ത് വായിച്ചിട്ടുണ്ട് ഹൃദയം മാറ്റിവെക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും മറ്റൊരാളിലേക്ക് പകർന്നു കിട്ടുമെന്ന്. അത് കേട്ടതോടുകൂടി ഓമനക്കുട്ടൻ കുറച്ച് ടെൻഷനിലായി. ആഹാരത്തിനോടുള്ള ഇഷ്ടം പോലെ മനുഷ്യന്മാരോടുള്ള ഇഷ്ടവും ഈ ഹൃദയത്തിലൂടെ കിട്ടുമോ എന്നായിരുന്നു അയാളുടെ ഡൗട്ട്. അതിനും ചാൻസ് ഉണ്ടെന്ന് ഹരിത പറയുന്നു. ഓമനക്കുട്ടൻ നോക്കുമ്പോഴാകട്ടെ ദേവിക സന്ദീപിന് ആഹാരം വിളമ്പി കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും നോക്കിച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഡൗട്ടും കൂടി അയാൾക്ക് വന്നു. ജെറിയുടെ അയാൾ ചോദിക്കുന്നുണ്ട് ഈ 2 സ്ത്രീകളും സന്ദീപിനോട് എങ്ങനെയാണെന്ന്. രണ്ടുപേരും സന്ദീപിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്നാണ് ജെറിയും പറയുന്നത്. അന്ന് രാത്രി സന്ദീപിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഓമനക്കുട്ടൻ പറയുന്നുണ്ട് ആ ഹൈവേക്കാര് നിന്റെ സ്ഥലം വീണ്ടും എഴുതി തരണമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ, അതിന്റെ പേപ്പറിൽ നിന്റെ ഒരു സൈൻ വേണം. നീ എന്തായാലും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് അതിന്റെ ഒരു പവർ ഓഫ് അറ്റോർണി ഗീതയുടെ പേരിൽ എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഇയാൾ പറയുന്നു. ശരിക്കും അത് ചുളിവില് അടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അയാളുടേത്. എന്നാൽ സന്ദീപിന് ഇതെല്ലാം നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് സന്ദീപ് പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി തന്നെ വരുന്നതിന് മുമ്പ് ആ പേപ്പറെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു എന്ന്. അതോടെ അയാൾക്ക് മനസ്സിലായി താൻ വന്നത് പാഴായി എന്ന്. പിറ്റേന്ന് രാവിലെ അയാൾ തന്റെ വൈഫ് ഗീതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ സന്ദീപിനോട് ആ 2 സ്ത്രീകളും ഭയങ്കര അറ്റാച്ച്മെന്റിലാണെന്നും ഇതിപ്പോ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്ന് തനിക്ക് ഡൗട്ട് ഉണ്ടെന്നും. ഡോക്ടർ പറഞ്ഞ പ്രകാരം സന്ദീപിനെ യോഗയെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് ഹരിതയായിരുന്നു. ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് ഓമനക്കുട്ടൻ നോക്കുന്നുണ്ട്. എന്തായാലും അയാളെ വന്ന കാര്യം നടക്കാത്ത സ്ഥിതിക്ക് ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നൈസിന് സന്ദീപും അയാളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഹരിത ഒരു ആർക്കിടെക്ട് ആയിരുന്നു. തന്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് അവളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അതിൽ കിരണും ഉണ്ടായിരുന്നു. എന്നാൽ എൻഗേജ്മെന്റിന് ശേഷം അവൾ കിരണുമായിട്ട് കോണ്ടാക്ട് ഇല്ലല്ലോ. അത് കാരണം കിരൺ അവളെ കാണാൻ വരുന്നു. എന്നാൽ അവൾ കിരണിനോട് പറയുന്നുണ്ട് എന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും തന്നെ ഞാൻ വർക്കിലേക്ക് ഇൻവോൾവ് ആകാതെ നോക്കുമെന്ന്. പക്ഷെ നിന്നെ പഴയ പോലെ കാണാൻ പറ്റില്ല എന്നും കൂടി അവൾ തുറന്നു പറയുന്നു. എന്തൊക്കെയാണെങ്കിലും തന്റെ മനസ്സിൽ അവളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നാണ് കിരൺ പറയുന്നത്. ഈ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് അവൾ സന്ദീപിനെയും കൊണ്ട് പോകുന്നത് അവൾ സ്ഥിരമായിട്ട് പോകാറുള്ള ഗൺ ഷൂട്ടിംഗ് പ്രാക്ടീസ് ഏരിയയിലേക്കാണ്. എന്നാൽ അന്ന് അവളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അവൾ കുഞ്ഞം കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല. അതിന്റെ വിഷമത്തിലിറങ്ങി അവളെ ആകട്ടെ സന്ദീപ് പൂരെന്ന് പറഞ്ഞ് കളിയാക്കും കൂടി ചെയ്തപ്പോഴേക്കും അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അതൊക്കെ വിട്ടുകളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നേരം അവൾ സന്ദീപിനോട് വെള്ളം അടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. സന്ദീപ് മദ്യപിക്കാറില്ലായിരുന്നു. എന്നാൽ അവൾക്കൊന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് സന്ദീപ്
സന്ദീപിനെയും കൂട്ടി അവൾ മദ്യപിക്കാൻ പോയി. 30 വയസ്സ് വരെ സന്ദീപ് മദ്യപിക്കുമായിരുന്നു. ഹൃദയത്തിന്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത ശേഷം സന്ദീപ് പിന്നെ കഴിച്ചിട്ടില്ല. ഇവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഹരിത ഇമോഷണൽ ആയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവളുടെ അമ്മയ്ക്കും അച്ഛനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള അച്ഛനെ തനിക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് വരെ അവൾ പറയുന്നു. അവൾ സന്ദീപിനോട് ചോദിക്കുന്നുണ്ട്, പഴയ പെണ്ണ് ഒളിച്ചോടി പോയത് കൊണ്ടാണോ പിന്നീട് വിവാഹം കഴിക്കാഞ്ഞതെന്ന്. എന്നാൽ സന്ദീപ് പറയുന്നു അതിനുശേഷം കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോയി തിരിച്ചു വരുമ്പോഴാണ് സന്ദീപിന് ആദ്യമായിട്ട് ഈ ഹൃദയത്തിന്റെ ഇഷ്യൂ വരുന്നത്. പെട്ടെന്ന് സന്ദീപിന് ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. അങ്ങനെ കൂട്ടുകാർ സന്ദീപിനെ ഒരു ഹോസ്പിറ്റലാക്കി. അവിടെ വെച്ച് ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത ശേഷം പിന്നീട് ഇങ്ങനെ ഇഷ്യൂ ഉള്ള തന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടി ആ കുട്ടിയുടെ ജീവിതം കൂടി തകർക്കണ്ടെന്ന് സന്ദീപിന് തോന്നി. അതുകൊണ്ടാണ് സന്ദീപ് വിവാഹം കഴിക്കാതിരുന്നത്. ഇനിയിപ്പോ അത് പേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഹെൽത്തി ആയിട്ടുള്ള ഹൃദയമല്ലേ കിട്ടിയത്, ഇനി മാരേജ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അങ്ങനെ തനിക്ക് ഒരു പ്ലാനും ഇല്ലാന്ന്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ജീവിക്കുക, അത് മാത്രമായിരുന്നു ആഗ്രഹം. ആ കൂട്ടത്തിൽ ഹരിതയുണ്ടെന്ന് കൂടി സന്ദീപ് എടുത്ത് പറയുന്നു. അങ്ങനെ അവിടെ നിന്നും അവർ തിരിച്ചു പോവുകയായിരുന്നു. ഹരിത മദ്യപിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ അവൾ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. സന്ദീപിന് ബാക്ക് ഇഷ്യൂ ആയ കാരണം തൊട്ടടുത്ത സീറ്റിൽ സന്ദീപ് ചാരിക്കിടക്കുകയായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ഇവരെ പോലീസ് കൈ കാണിക്കുകയും ചെക്ക് ചെയ്തപ്പോൾ ഹരിത മദ്യപിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവസാന സ്റ്റേഷനിലെത്തിയവരെ ഇറക്കാൻ വേണ്ടിയിട്ട് ദേവിക വരേണ്ടി വരുന്നു. ദേവിക സന്ദീപിനെ ദേഷ്യത്തോടെ നോക്കിയ ശേഷം ജെറിയുടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ആ വണ്ടി നിങ്ങളെടുത്തു എന്ന് പറഞ്ഞിട്ട് ഹരിതയും കൂട്ടി മറ്റേ വണ്ടിയിൽ പോയി. പിറ്റേന്ന് രാവിലെ ദേവികയാകിട്ട് സന്ദീപുമായിട്ട് വഴക്കിടുന്നു. അവൾ ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് എന്തിനാ സമ്മതിച്ചെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾ മൂടി ശരിയാക്കാനെ കഴിച്ചെന്ന് സന്ദീപ് പറയുന്നു. എന്നാൽ അങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയണമെന്നും നമ്മൾ ഇതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടതെന്നുമാണ് സന്ദീപിനോട് ചോദിക്കുന്നത്. അവരുടെ സംസാരം ശരിക്കും ഹരിത ഇവർ രണ്ടുപേരുടെയും മകളാണെന്നുള്ള രീതിയിലേക്ക് പോകുന്ന പോലെ സന്ദീപിന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇവർ പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് നമ്മളങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, എനിക്കിരിക്കാൻ ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുമെന്ന്. ഇവരുടെ ഈ ദേശീയ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സന്ദീപ് ആകട്ടെ ഹരിതയോട് വന്ന് പറയുന്നുണ്ട് താൻ പറഞ്ഞ പോലെ തന്റെ അമ്മയെ അച്ഛൻ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തന്റെ അച്ഛൻ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരുന്നേനെന്ന്. അതിനിടയ്ക്ക് സന്ദീപിനെ വീണ്ടും ആ രജനി കോൾ ചെയ്യുന്നുണ്ട്. രജനിയുടെ ഈ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഹരിത വെറുതെ സന്ദീപിന്റെ തോളിലൂടെ കൈയിട്ടിട്ട് സന്ദീപിന് പുതിയ ആളെ കിട്ടിയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതോടെ രജനിക്ക് മനസ്സിലായി തനിക്കിനി ചാൻസ് ഇല്ലാന്ന്. അതോടെ രജനി ദേഷിച്ച് ഫോൺ കട്ട് ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഹരിത അങ്ങനെ തന്റെ തോളിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു നിന്നപ്പോഴേക്കും സന്ദീപിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഫീലിംഗ്സ് തോന്നാൻ തുടങ്ങിയിരുന്നു. പിന്നീട് സന്ദീപ് ഹരിതയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴെല്ലാം തന്നെ അയാളുടെ ഉള്ളിൽ ആ ഫീലിംഗ്സ് കൂടിക്കൂടി വരാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ചെക്കപ്പിന് വീണ്ടും ചെല്ലുമ്പോൾ സന്ദീപ് കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്നും ട്രാവൽ ചെയ്യാമെന്നും ഡോക്ടർ പറയുന്നു. എന്നാൽ സന്ദീപിന് ഇപ്പൊ ഇവിടെ നിന്ന് പോകണമെന്നില്ല, താൻ കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു സന്ദീപിന്റെ സംസാരം. സന്ദീപിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ജെറിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ജെറി വന്ന് ചോദിക്കുന്നത് അമ്മയാണോ മോളെയാണോ സന്ദീപിന് ഇഷ്ടമെന്നാണ്. എന്നാൽ അയാൾ അതിന് മറുപടി പറയാതെ ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 2 ദിവസം കൂടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് ആകട്ടെ ഹരിതയോട് പറയുന്നുണ്ട് അച്ഛൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോന്ന്. എന്നാൽ അവള് പറയുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു. അതൊക്കെ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ആക്ടുകളായിരുന്നു. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ പോലും പോകും. എന്നാൽ അതൊന്നും അല്ലാതെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് സന്ദീപ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. എന്നാൽ സന്ദീപ് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും ഉണ്ടാക്കുന്നത് ദേവിക ശ്രദ്ധിക്കുന്നുണ്ട്. ദേവിക വിചാരിക്കുന്നുണ്ട് സന്ദീപിന് ദേവികയോട് എന്തോ ഒരു രീതിയിലുള്ള ഇഷ്ടമുണ്ടെന്ന്. അതുകൊണ്ട് ദേവിക സന്ദീപിനോട് ഡയറക്റ്റ് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നു. സന്ദീപിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ അത് സന്ദീപിന്റെ കുറ്റമല്ല, ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് ദേവിക പറയുന്നത്. സന്ദീപിനോട് ഞാൻ കുറച്ച് ഓവർ ഫ്രീഡം എടുത്തു പോയിട്ടുണ്ട്. അതിന് കാരണവും ചിലതുണ്ട്. കാരണം ഹരിത ജനിച്ച ശേഷം രവിയുടെ മനസ്സിൽ ഹരിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവിക അവിടെ ഉള്ളതായിട്ട് പോലും രവി പലപ്പോഴും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദേവികയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും രവിയായിരുന്നു. പക്ഷെ രവിയുടെ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു ദേവിക. സന്ദീപിനെ ദേവിക കാണുന്നത് രവിയുടെ മറ്റൊരു ബെറ്റർ വേർഷൻ ആയിട്ടാണ്. അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോ നമുക്ക് ഇങ്ങനൊരു അടുപ്പം തോന്നിയതെന്നും ദേവിക പറയുന്നു. എന്നാൽ സന്ദീപ് ആകട്ടെ ആകെ ചമ്മി നിൽക്കുകയാണ്. അയാളെ സംബന്ധിച്ച് ദേവികയോട് അങ്ങനെയൊന്നുമില്ല. കുറച്ചെങ്കിലും അയാൾക്കത് തോന്നിയത് ഹരിതയോടാണ്. ദേവിക എന്തായാലും സന്ദീപിനോട് പറയുന്നുണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. എന്നാൽ പിന്നീട് സന്ദീപ് ഹരിതയുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹരിത സന്ദീപിനോട് പറയുന്നുണ്ട് അമ്മ തന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന്. ഞെട്ടിത്തെരിച്ച സന്ദീപ് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഹരിത പറയുന്നുണ്ട് സന്ദീപിന് ഫ്ലൈറ്റിൽ പോകാനുള്ള പേടിയെ കുറിച്ചാണ് അമ്മ പറഞ്ഞത്, അതുകൊണ്ടല്ലേ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടിക്കുന്നത്. അത് തൽക്കാലം സന്ദീപ് മാറ്റാൻ നിന്നില്ല. അത് അങ്ങനെ തന്നെ അവൾ കരുതിക്കോട്ടെ എന്നാണ് സന്ദീപ് വിചാരിക്കുന്നത്. സന്ദീപിന്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഹരിത സന്ദീപിനെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സന്ദീപിന്റെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് സന്ദീപിന്റെ ജന്മദിനമാണെന്ന്. സന്ദീപ് പോലും അത് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞ സ്ഥിതിക്ക് ഹരിതയാകിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സന്ദീപിന് വേണ്ടിയിട്ട് ഒരു കേക്കും വാങ്ങി അത് കട്ട് ചെയ്യാൻ അയാളോട് ആവശ്യപ്പെടുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആഘോഷം എന്ന് സന്ദീപ് പറയുന്നു. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്ദീപിന്റെ ജന്മദിനത്തിൽ കേക്ക് കട്ട് ചെയ്യാതിരിക്കില്ല എന്നും ഞാൻ ഉറപ്പായിട്ടും എല്ലാ വർഷവും കേക്ക് അയക്കുമെന്നും അവൾ വാക്കു കൊടുക്കുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം അന്ന് ജന്മദിനമായ സ്ഥിതിക്ക് സന്ദീപിന്റെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ തന്റെ അച്ഛന്റെ റൂമിലേക്ക് സന്ദീപിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളുടെ അച്ഛന്റെ ഫോട്ടോസ് കാണണമെങ്കിൽ അതെല്ലാം തന്നെ അവിടെ ഒരു പെട്ടിക്കുള്ളിൽ വെച്ചിട്ടുണ്ടെന്നും എടുത്തു നോക്കാമെന്നും അവൾ പറയുന്നു. എന്നാൽ സന്ദീപ് പറയുന്നുണ്ട് നിങ്ങളെല്ലാം പറഞ്ഞ് കേണലിന്റെ ഒരു മുഖം തന്റെ മനസ്സിലുണ്ട്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന്. ഇനി തനിക്കും അയാളുടെ ചിത്രങ്ങൾ കാണണ്ടെന്ന്.
അവളുടെ അച്ഛൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയും എടുത്തുകൊണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും ചെറിയൊരു ഡ്രൈവിന് പോകുന്നു. അവൾ തന്റെ അച്ഛനെ പറ്റി ഇമോഷണൽ ആയിട്ട് ഒരുപാട് സംസാരിക്കുന്നു. സന്ദീപിന് മനസ്സിലാകുന്നുണ്ട് അവൾ എത്രത്തോളം അവളുടെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവൾ അച്ഛനയച്ച വോയിസ് മെസ്സേജസും തിരിച്ചയാൾ കൊടുക്കുന്ന റിപ്ലൈ എല്ലാം തന്നെ അവളുടെ ഫോണിൽ അപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവൾ സന്ദീപിനെ കേൾപ്പിക്കുന്നു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സന്ദീപ് ആകട്ടെ അവളോട് പറയുന്നുണ്ട് എനിക്ക് തന്നോട് അസൂയ തോന്നുന്നുണ്ടെന്ന്. ഭാഗ്യം ചെയ്ത മക്കൾക്ക് മാത്രമേ ഇത്രയധികം സ്നേഹം പേരൻസിൽ നിന്ന് കിട്ടൂ. തനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ സന്ദീപ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവളുമായിട്ട് അത്രയധികം ഇമോഷണൽ ആയിട്ട് സംസാരിച്ചതോടുകൂടി സന്ദീപിന് മനസ്സിലായി തന്റെ മനസ്സിലെ ചിന്തകളെല്ലാം വെറുതെ ആയിരുന്നുവെന്ന്. അവൾ അവളുടെ അച്ഛന്റെ സ്ഥാനത്താണ് സന്ദീപിനെ കാണുന്നത്. സന്ദീപിന്റെ മനസ്സിൽ നിന്നും തെറ്റായ ചിന്തകളെല്ലാം തന്നെ മാറി. അവളെ ഇനി അങ്ങോട്ടൊരു ഫാമിലിയെ പോലെ തന്നെ കാണാനായിരുന്നു സന്ദീപിന്റെയും പ്ലാൻ. എന്നാൽ ജെറി സന്ദീപിനോട് പറയുന്നുണ്ട് അവളോടത് ഡയറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തുകൂടായിരുന്നു എന്ന്. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നും എന്നെ സംബന്ധിച്ച് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്നാണ് സന്ദീപ് പറയുന്നത്. കിട്ടിയെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകളും അവർ ബുക്കാക്കാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ജേക്കബ് വന്നിട്ട് സന്ദീപിനോട് പറയുന്നുണ്ട് തന്നെ പോലെ കേണലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും സന്ദീപിനെ കാണാൻ ആഗ്രഹിക്കുകയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. എല്ലാരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സന്ദീപിനെ ക്ഷണിക്കാനായിരുന്നു ഇവർ വന്നത്. 2 ദിവസം കൂടി നിന്നിട്ട് പോകാമെന്ന് അയാൾ നിർബന്ധിച്ചപ്പോൾ സന്ദീപിനും അതിൽ പങ്കെടുക്കണമെന്ന് തോന്നി. ജേക്കബ് അതിന്റെ ഇടയ്ക്ക് വീണ്ടും കേണൽ തന്നോട് ദേഷ്യപ്പെട്ടതിന്റെ കാരണങ്ങൾ എന്തെങ്കിലും ഓർമ്മ വന്നോ എന്ന് സന്ദീപിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. തനിക്കൊന്നും ഓർമ്മ വന്നിട്ടില്ല എന്നാണ് സന്ദീപ് പറയുന്നത്. ഇവിടെ സന്ദീപിന്റെ ബിൽഡിംഗിൽ താമസിച്ചുകൊണ്ടിരുന്ന പയ്യന്മാർക്ക് അവരുടെ സ്വപ്നത്തിനനുസരിച്ച് ഒരു നല്ല വർക്ക് കിട്ടി. നമ്മുടെ ജെറിയുടെ അമ്മയാകട്ടെ അവനോട് എപ്പോഴും ഫോഴ്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ സന്ദീപ് ആകട്ടെ ജെറിയോട് പറയുന്നുണ്ട് നിന്റെ കൂടെയുള്ള കമ്പനി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ കഷ്ടപ്പെട്ട് ജർമ്മനിയിലൊന്നും പോകാൻ നിൽക്കണ്ട, എന്റെ കൂടെ കൂടിക്കൊള്ളാൻ. നഴ്സായിട്ട് ഇനി ചേട്ടൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് നഴ്സായിട്ടല്ല എന്റെ ഫുൾ ടൈം മാനേജറായിട്ട് കൂടെ കൂടിക്കൊള്ളാൻ. ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിട്ട് നല്ല ശമ്പളം അവന് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവനും അതിൽ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ അവനും സന്ദീപിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പാർക്കിലിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കിരണിനെ കാണുന്നുണ്ട്. കിരൺ സന്ദീപിനോട് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഹരിത എന്നോട് അധികം മിണ്ടുന്നില്ല, പക്ഷെ അവളോട് വർക്ക് റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം, പക്ഷെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തെങ്കിലേ പറ്റൂ. അവളെ ഒന്ന് എന്റെ ഓഫീസ് വരെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. കിരൺ അങ്ങനെ വല്ലാതെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ സന്ദീപ് അതിനെ ഓക്കെയും പറഞ്ഞു. സന്ദീപ് കിരൺ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചതിനെ പറ്റിയെല്ലാം തന്നെ ഹരിതയോട് പറയുമ്പോൾ അവളും ചിന്തിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തു എന്ന്. അവനൊരു ചാൻസ് കൂടി കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു അവൾ അവിടേക്ക് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കിരണിനോട് സംസാരിച്ചു കഴിയുമ്പോഴാണ് കിരൺ എന്തിനാണ് ശരിക്കും അവളെ അങ്ങോട്ടേക്ക് വരുത്തിച്ചതെന്ന് മനസ്സിലാകുന്നത്. ഇവരാദ്യം ഒരുമിച്ച് ചേർന്ന് ഈ കമ്പനി തുടങ്ങിയെങ്കിലും കിരണുമായിട്ടുള്ള ഇഷ്യൂ കാരണം അവളും അവളുടെ ഫ്രണ്ട് ജിതിനും അതിൽ നിന്നും ബാക്കൗട്ട് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവര് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പ്രോജക്റ്റ് ഒന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് ഇവളും ജിതിനും ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കിരൺ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പയ്യാപ്പിലൂടെ അവള് ഭാവിയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പല കോൺട്രാക്ടിനെ പറ്റിയും ഓൾറെഡി തന്നെ കിരൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റിന് മുന്നേ തന്നെ മറ്റൊരു കമ്പനി തുടങ്ങണമെന്ന് അവൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ മനസ്സിലാക്കി അതിന്റെ പേരിൽ അവൻ ഇപ്പോൾ ഇവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ സന്ദീപ് ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ നിമിഷം തന്നെ കിരൺ സന്ദീപിനെ അടിക്കുന്നു. ആദ്യ എൻഗേജ്മെന്റിന് ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ ഹരിതയാകട്ടെ സന്ദീപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛനായിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ സന്ദീപ് വീണ പോലെ വീഴിലായിരുന്നു എന്നും എല്ലാവരെയും അടിച്ച് താഴെ ഇട്ടേനെന്നും. അത് മനസ്സിൽ കിടക്കുന്ന സന്ദീപ് ആകട്ടെ ഇപ്പൊ നടുവൊക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് കിരണിനെയും കൂട്ടുകാരെയും നല്ല ഇടിയിടിക്കുന്നു. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആക്കിയ ശേഷം പിന്നീട് സന്ദീപ് പോകുന്നത് കേണലിന്റെ ഫ്രണ്ട്സ് എല്ലാം സന്ദീപിന് വേണ്ടി ഒരുക്കിയ ആ ചെറിയ പാർട്ടിയിലേക്കാണ്. ആ ഫംഗ്ഷനിൽ ഇമോഷണൽ ആയിട്ട് സന്ദീപ് സംസാരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ മറിഞ്ഞു വീണിട്ട് അയാളുടെ ശരീരത്തിൽ ആദ്യമായിട്ട് സ്റ്റിച്ച് ഇടുന്ന സമയത്ത് അയാളുടെ കൂടെ അയാളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അന്നതുകൊണ്ട് ആ വേദന ഒന്നും തന്നെ അറിഞ്ഞില്ല. പക്ഷെ പിന്നീട് ഇതുപോലെ വലിയൊരു ഇഷ്യൂ ഉണ്ടായി ഹൃദയം തന്നെ മാറ്റിവെച്ച് സർജറിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ സന്ദീപ് ഒറ്റയ്ക്കായിരുന്നു. തിരിച്ചു കിട്ടിയ ജീവിതം കൊണ്ട് താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കേണലിനെ സ്നേഹിക്കുന്ന ആൾക്കാര് സന്ദീപിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ ഹൃദയം കിട്ടിയതോടെ അയാൾക്ക് പുതിയൊരു ഫാമിലിയെ കിട്ടിയെന്നാണ് അയാൾ പറയുന്നത്. ഹരിതയും ദേവികയും എല്ലാം തന്നെ സന്ദീപ് ഇപ്പോൾ സ്വന്തം ഫാമിലിയെ പോലെയാണ് കാണുന്നത്. ഈ ഇമോഷണൽ ആയിട്ടുള്ള സ്പീച്ച് കേട്ടിട്ട് ഹരിതയുടെ കണ്ണുകളും നിറഞ്ഞു. ഇവിടെ ജേക്കബ് വീണ്ടും സന്ദീപിനോട് വന്ന് ചോദിക്കുന്നുണ്ട് കേണലിന് തന്നോട് ദേഷ്യം തോന്നാനുള്ള കാര്യം സന്ദീപിന് ഓർമ്മ വന്നുവെന്ന്. ഇയാളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വെറുതെ ഒരു കള്ളം പറയുന്നു. എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നുവെന്നും കേണൽ അയാളുടെ ടൈം കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സമയത്തെല്ലാം തന്നെ ജേക്കബ് വെറുതെ സംസാരിച്ച് അയാളുടെ സമയം പാഴാക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ കൊണ്ടാണ് അയാൾക്ക് നിങ്ങളോട് ദേഷ്യം വന്നത്. അത് വിശ്വസിച്ച് ജേക്കബ് ആകട്ടെ ആകെ ദേഷ്യത്തില് രവിയോട് സംസാരിക്കുന്ന പോലെ സന്ദീപിനോട് സംസാരിക്കുന്നു. കാരണം രവിയുടെ ഹൃദയമാണല്ലോ സന്ദീപിന്റെ ഉള്ളിലുള്ളത്. രവിയെ വിളിക്കാൻ തോന്നിയ തെറിയെല്ലാം തന്നെ അയാൾ സന്ദീപിന്റെ മുഖത്ത് നോക്കി വിളിച്ചു. അങ്ങനെ പിറ്റേന്ന് സന്ദീപ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരോടും സന്ദീപ് നന്ദി പറയുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്കെങ്കിലും തനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും പറയുന്നു. സന്ദീപ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഹരിതയായിരുന്നു. അങ്ങനെ സന്ദീപ് നാട്ടിൽ തിരിച്ചെത്തി പഴയ ലൈഫിലേക്ക് കടന്നു. ദിവസങ്ങൾ കടന്നുപോയി. മരിക്കാതെ കിടന്ന ദേവികയുടെ അച്ഛൻ മരിച്ചു. ഫോണിലൂടെ എപ്പോഴും സന്ദീപ് അവരെല്ലാം കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. ജെറി സന്ദീപിന്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോഴും. അങ്ങനെ അടുത്ത വർഷം സന്ദീപിന്റെ ജന്മദിനം എത്തിയപ്പോൾ ഹരിത പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഹരിതയുടെ വക കേക്ക് സന്ദീപിനെ തേടിയെത്തി. അന്ന് വൈകുന്നേരം നല്ല മഴ പെയ്യുന്ന സമയത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി സന്ദീപിന്റെ ക്ലൗഡ് കിച്ചന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുന്നു. അവളെ കണ്ട മാത്രയിൽ തന്നെ
സന്ദീപിന്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ്സ് വരാൻ തുടങ്ങി. അവളും സന്ദീപിനെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് നേരത്തെ സന്ദീപിന്റെ ചിറ്റപ്പൻ പറഞ്ഞ പോലെ എവിടെ നിന്നോ മണിയടി ശബ്ദവും കേൾക്കുന്നു. ചിലപ്പോ അയാൾ പറഞ്ഞ പെൺകുട്ടി ഇതായിരിക്കുമെന്ന് സന്ദീപ് കരുതുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.